കണ്ണീരൊന്നും നമുക്ക് വേണ്ട. സത്യം പറഞ്ഞാ ഞാനൊരു നല്ല കമ്പനി ആഗ്രഹിച്ചിരിക്കായിരുന്നു. നമുക്കിവിടെ അടിച്ചു പൊളിക്കാന്നേ. എന്താ ഫ്രണ്ട്സ്? ഗോപാലമാമ എന്തൊക്കെയാ കാണിക്കുന്നേ? കൃഷ്ണേ, നീ ഇത് തടയണ്ട. നിന്നെ നിന്റെ അച്ഛനെയും ദ്രോഹിച്ചതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ പോവാ. നിന്നെ വീടിനകത്തിട്ട് കത്തിക്കുന്നല്ലേ ഇവര് പറഞ്ഞേ? ആ വേദന എന്താണെന്ന് ആദ്യം ഇവരറിയട്ടെ. കത്തിക്ക് ദുബായ് മാമ അങ്ങോട്ട്. വേണ്ട ഗോപാല, വേണ്ട. ചെയ്യരുത്, വേണ്ട ഗോപാലമാമ, ചെയ്യരുത്. ചെയ്യരുതെന്നാ ഞാൻ പറഞ്ഞേ. മോളെ കൃഷ്ണേ, ഞങ്ങളെ ഒന്ന് വെറുതെ വിടാൻ പറയും മോളെ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾ തരാം. നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരണ്ട സത്യവതി. നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടാ. ഗോപാലമാമ കത്തിക്കാൻ പറഞ്ഞില്ലേ? വേണ്ട, ചെയ്യല്ലേ, ചെയ്യല്ലേ. മോളിക്കുട്ടി, ഗോപാലമാമ എന്നോട് എന്റെ അച്ഛനോടും കാണിക്കുന്ന സ്നേഹം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ പേരില് ഇവരെന്തെങ്കിലും ചെയ്താലേ നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കുടുംബമുള്ളതല്ലേ? നിങ്ങൾ സ്നേഹിച്ച നിങ്ങളുടെ കുടുംബം അവർക്കേ നിങ്ങൾ മാത്രമേ ഉള്ളൂ. വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗങ്ങളാ ഈ നിൽക്കുന്ന രണ്ടെണ്ണം. ഇവർ ചാവേണ്ടത് അത്യാവശ്യമാ. പക്ഷേ ആ ശിക്ഷ കൊടുക്കേണ്ടത് നമ്മളല്ല, ഈശ്വരനാ. ഇതുവരെ ചെയ്ത ദ്രോഹങ്ങൾക്ക് നരകയാതന അനുഭവിക്കാതെ ഈ ഭൂമിന്ന് പോകാൻ പറ്റില്ല. ഭീഷണിപ്പെടുത്ത നാവ് വളയ്ക്കുമ്പോഴേ ഒരുപാട് പേരുടെ പേര് പറയല്ലോ നിങ്ങള്. ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ രക്ഷിക്കാൻ? ഉണ്ടോന്ന് ഒന്ന് കൈ ഞൊടിച്ചാലേ 10-30 സെക്കൻഡിനുള്ളില് നിങ്ങളെ കത്തി എരിഞ്ഞ് താഴെ വീഴും. കേട്ടല്ലോ? ഓർക്കണം, മരണത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നെന്ന്. എപ്പോഴും ഞാൻ കാണില്ല നിങ്ങളെ രക്ഷിക്കാൻ വരാൻ. കേട്ടല്ലോ? ഗോപാലെ, എല്ലാവരെയും കൂട്ടി മടങ്ങാം. ഇവര് കാണിക്കുന്ന അതേ അളവിൽ കാണിച്ചാ അത് നമ്മുടെ സംസ്കാരമല്ലല്ലോ. ഇത്രയൊക്കെ നിങ്ങൾ ദ്രോഹിച്ചിട്ടും ഇപ്പോഴും നിങ്ങളുടെ ജീവൻ എടുക്കണ്ടെന്ന് പറയുന്ന ഈ അമ്മയും മോളും ഉണ്ടല്ലോ, അവരുടെ മഹത്വം നിങ്ങൾ ഒരു നാളും മനസ്സിലാക്കും. ഇനി ഒരു തവണ കൂടി നിങ്ങൾ കൃഷ്ണയെ ഭീഷണിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ കൃഷ്ണയും തങ്കവുമല്ല, ദൈവം തമ്പുരാൻ വന്ന് നേരിട്ട് വിലക്കിയാലും ഞങ്ങൾ അടങ്ങില്ല. മനസ്സിലായി. ഇത്രയും നാള് നിങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നു നിങ്ങൾ തന്ന ഭിക്ഷയാണ് എന്റെയും എന്റെ അമ്മയുടെയും ജീവനെന്ന്. ഇപ്പൊ അത് മറിച്ച തങ്കവും തങ്കത്തിന്റെ മകളും തന്ന ഭിക്ഷയാണ് സത്യവതിയുടെയും മൂർത്തിയുടെയും ജീവിതം. മനസ്സിലാക്കിക്കോ ആദ്യം അത്. ഗോപാലമാമ, നമുക്ക് പോവാം. വന്നേ, എല്ലാരും വന്നേ, നമുക്ക് പോവാം. മോൾക്കുട്ടി വാ. കീർത്തി, കീർത്തിന്റെ എവിടെ വന്നിരിക്കുന്നേ? ഗാഥ, അമ്മ അച്ഛനൊന്നും ഇപ്പൊ എന്നോട് സംസാരിക്കുന്നില്ല. ഞാൻ ഗാഥയെ അനുകൂലിച്ച് സംസാരിച്ചതുകൊണ്ടാ അത്. കീർത്തിക്ക് ഇങ്ങനൊരു മനസ്സിലെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഞാൻ ശരിക്കും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗാഥ. അച്ഛനും അമ്മയും 2 വസ്തുന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഓരോ വേഷങ്ങൾ കെട്ടിക്കുന്നതാ.
നവീനെ വിവാഹം കഴിക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹമൊന്നും അല്ല. എന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം അത്. ഈ കളരിക്കൽ കുടുംബത്തിൽ അവർക്ക് നിലനിൽക്കാനും ഇവിടുത്തെ അവകാശികളാവാനും ഒക്കെയുള്ള അവരുടെ നീക്കോ. കീർത്തി, ഞാൻ ബഹളം വെക്കും, ചില സമയത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോന്നൊക്കെ പറയും. പക്ഷെ രണ്ടുപേരും കൂടി ചത്തുകളയുന്നൊക്കെ പറഞ്ഞാ എനിക്ക് വേറെ ആരോ ഉള്ളത്. അപ്പൊ ഞാൻ അവർക്ക് വഴങ്ങിക്കൊടുക്കും. അവര് പറയുന്ന പോലെയൊക്കെ നിൽക്കും. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പൊ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഒരു കാരണവശാലും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അച്ഛനും അമ്മയും എന്നെ എത്ര നിർബന്ധിച്ചാലും. ഗാഥയുടെ അടുത്ത് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല. ഗാഥയും നവീനും തമ്മില് നല്ല ചേർച്ചയാ. അതിപ്പോ വിദ്യാഭ്യാസം കൊണ്ടായാലും സാമ്പത്തികം കൊണ്ടായാലും സൗന്ദര്യം കൊണ്ടായാലും. അതിനിടയില് ഞാൻ ഇതിനെ വെറുതെ ഒരു ബാധ്യതയായിട്ട്. അവർക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഗാഥ. ഇതിപ്പോ ഗാഥയൊന്ന് നോക്കി, ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല. നവീൻ ഇഷ്ടമല്ല, ഗാഥയ്ക്ക് ഇഷ്ടമല്ല, ഗാഥയുടെ വീട്ടുകാർക്ക് പോലും എന്നെ ഇഷ്ടമല്ല. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണമെന്നും എല്ലാവരുമായിട്ട് നല്ല സുഹൃത്തുക്കളാവണമെന്ന ആഗ്രഹമൊക്കെ ഉള്ള ആളാ ഞാൻ. ഇപ്പൊ ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും അവസാനം അച്ഛനും അമ്മയും പോലും ശത്രുക്കളായി. എനിക്കിനി ആരുമില്ല ഗാഥ. എന്നെ സഹായിച്ചതിന്റെ പേരിൽ ഒരാൾ ഒറ്റപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. താനൊന്നേ ഞാൻ പഠിച്ച ക്യാമ്പസിൽ ചോദിച്ചു നോക്ക്, ഗാഥ ശ്രീനിവാസ് എന്തായിരുന്നു എന്ന്. എന്റെ എത്ര ഫ്രണ്ട്സിനെ ഞാൻ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അവർക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഞാനാണ് ഇറങ്ങി നിൽക്കാറ്. അവർക്ക് എന്ത് ആവശ്യം വന്നാലും ഞാനാണത് വാങ്ങിച്ചു കൊടുക്കാറ്. എന്തായാലും കീർത്തി മനസ്സിലുള്ള കാര്യങ്ങള് എന്നോട് തുറന്നു പറഞ്ഞല്ലോ. തന്നെ ഇനി നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സത്യമാണോ ഗാഥ? അപ്പോ ഗാഥയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ? ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതല്ലേ ഇപ്പൊ തിരുത്തിയില്ലേ. പിന്നെന്തിനാ ഞാൻ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നേ? ഡോണ്ട് വറി. എന്തായാലും കമ്പനി അവൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ കണ്ണീരൊന്നും നമുക്ക് വേണ്ട. സത്യം പറഞ്ഞാ ഞാനൊരു നല്ല കമ്പനി ആഗ്രഹിച്ചിരിക്കായിരുന്നു. നമുക്കിവിടെ അടിച്ചു പൊളിക്കാന്നേ. എന്താ ഫ്രണ്ട്സ്?